അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ അലനല്ലൂർ ഖുർആൻ പഠന ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി ഒരു പുതിയ സൂറത്ത് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ ആണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ സൂറത്ത് മക്കിയായ ഒരു സൂറത്താണ് എന്നും 112 ആയത്തുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നും 17-ാമത്തെ ജുസ്ഇലാണ് സൂറത്തുൽ അംബിയ ഉൾക്കൊള്ളുന്നത് എന്നും ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും എന്ന ഈ സൂറത്തിന്റെ തുടക്കത്തിൽ വരുന്ന വാചകമാണ് ഈ ജുസ്ഇന്റെ പേര് എന്നുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. ഈ സൂറത്തിന്റെ പേര് പോലെ തന്നെ അമ്പിയാക്കളുടെ ചരിത്രമാണ് പ്രധാനമായും ഈ സൂറത്തിൽ വരുന്ന കാര്യങ്ങളിൽ ഒന്ന്. 16 പ്രവാചകന്മാരുടെ ചരിത്രം ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നും ആരെല്ലാമാണ് ആ പ്രവാചകന്മാരെന്നുമൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. നബിയ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് അംബിയാ എന്ന കാര്യവും ഇഖ്തറബ എന്ന വാക്കിന്റെ അർത്ഥവും അന്നാസ് എന്ന വാക്കിന്റെ ഏകവചനവും ഹിസാബ് അഥവാ വിചാരണ അതിന്റെ വിവിധ ഘട്ടങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ്, ആയത്തിന്റെ 2-ാം പകുതിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, അഥവാ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തു വന്നിരിക്കുന്നു, ആസന്നമായിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യദിനം സംഭവിക്കാനായിരിക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ആ കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമർ ആരംഭിക്കുന്നത് തന്നെ ഇഖ്തറബത്തിസ്സാഅ, അന്ത്യദിനം അടുത്തു വന്നിരിക്കുന്നു, ഇതേ വാക്ക് വന്നുകൊണ്ടാണ്. വൻഷഖൽ ഖമർ, അതിന്റെ അടയാളം എന്നോണം ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. അപ്പോ ഖരീബ്, അടുത്ത് തന്നെ എന്ന വാക്ക് അന്ത്യദിനവുമായി ചേർത്തി പറയുന്ന കുറെ ആയത്തുകളുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ അംബിയയിലെ 1-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഖമറിലെ 1-ാമത്തെ ആയത്ത്, സൂറത്തുൽ അഹ്സാബിലെ 33-ാം അധ്യായത്തിലെ 63-ൽ അല്ലാഹ് പറഞ്ഞു, വമാ യുദ്രീക ലഅല്ല സ്സഅത തകൂനു ഖരീബ, അന്ത്യദിനം വളരെ അടുത്ത് തന്നെ സംഭവിക്കുന്ന ഒന്നാണ് എന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സൂറത്തുൻ നജ്ം 53-ാം അധ്യായം 57, 58 ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞു, അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ആ സമയം ഇതാ അടുത്തെത്തിയിരിക്കുന്നു,
അത് വന്നു കഴിഞ്ഞാൽ അതിനെ തട്ടിമാറ്റാൻ ആരും ഉണ്ടാവുകയില്ല. അന്ത്യദിനം അടുത്തു വന്നിട്ടുണ്ട്, എളുപ്പത്തിൽ സംഭവിക്കും എന്നാണ് ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ 42-ാം അധ്യായം 17-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ യുദ്രീക ലഅല്ല സ്സാഅത ഖരീബ്, അന്ത്യദിനം വളരെ അടുത്തു തന്നെ സംഭവിക്കും. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഈ ലോകം അവസാനിക്കുമെന്നും ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്നും അവിടെ വിജയിക്കണമെങ്കിൽ ഇവിടെ ചില കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നും പ്രധാനമായും വിശ്വാസ കാര്യങ്ങളിൽ വീഴ്ച വരാതിരിക്കണമെന്നും അതോടൊപ്പം നല്ല നല്ല കർമ്മങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും സൽസ്വഭാവിയായി ജീവിക്കണമെന്നും ജനങ്ങളോടുള്ള ഇടപാടുകളും ഇടപെടലുകളും നന്നാക്കണമെന്നും പറയപ്പെട്ടാലും അത് സ്വീകരിക്കാതെ തിരിഞ്ഞു കളയുന്ന, അവഗണിക്കുന്ന, പാട്ടിന് പോകുന്ന, അശ്രദ്ധയിൽ ജീവിക്കുന്ന ആളുകളാണ് മനുഷ്യരിൽ ഭൂരിഭാഗവും എന്നാണ് ആയത്തിന്റെ 2-ാം പകുതിയിൽ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് അവിടേക്ക് നമുക്ക് പ്രവേശിക്കാം. ആയത്ത് ഒന്നുകൂടി ഓതി അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقترب للناس حسابهم وهم في غفلة معرضون. ഇഖ്തറബ അടുത്തു വന്നു, ലിന്നാസി ജനങ്ങൾക്ക്, ഹിസാബുഹും അവരുടെ വിചാരണ. എന്നിട്ട് അള്ളാഹു പറയാണ്, അങ്ങനെയൊക്കെ വിചാരണ അവർക്ക് അടുത്തു വന്നിട്ടുണ്ടെങ്കിലും വഹും അവരാകട്ടെ ഫീ ഗഫ്ലത്തിൻ അശ്രദ്ധയിലാണ്, മുഅ്രിളൂൻ അവഗണിച്ചു കൊണ്ടുപോവുകയാണ്, അശ്രദ്ധയിലായി തിരിഞ്ഞു കളയുന്നവരാണ് അവർ. അഅറള എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു എന്നാ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ആദ്യം ഗഫ്ലത്ത്, അശ്രദ്ധ എന്ന ഏറ്റവും വലിയൊരു ദുസ്വഭാവത്തിന്റെ അപകടം പറഞ്ഞിട്ട് ഇറാള് എന്ന അവഗണന എന്ന ഒരിക്കലും വിശ്വാസിക്കുണ്ടാകാൻ പാടില്ലാത്ത അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ഗഫ്ലത്ത് അള്ളാഹു പറയാണ്, ഇവിടെ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു നിയമം, ഗഫ്ലത്തിൻ മുഅ്രിളൂൻ, മീമിന് ഷദ്ദ് വന്നു. എന്തുകൊണ്ട്? മുന്നിൽ തൻവീനാണ്, തൻവീനിന് ശേഷം മീമ്, നൂന്, വാവ്, യാ, നൗമി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എൻമു, അങ്ങനെയൊക്കെ പറയാം. മീമ്, നൂന്, വാവ്, യാ, ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് വന്നതെങ്കിൽ അവിടുത്തെ നിയമം എന്താ? ഇദ്ഗാമും ബിഗുന്ന, ഗുന്നത്ത് സഹിതം ലയിപ്പിക്കണം. ഒന്ന് മറ്റൊന്നിലേക്ക് ലയിപ്പിക്കുക, അതിനാണ് ഇദ്ഗാമ് എന്ന് പറയാ. അതോടൊപ്പം മണിക്കുകയും വേണം. അപ്പോൾ ഗുന്ന, ഇദ്ഗാമും ബിഗുന്ന. ഇദ്ഗാമും ബിലാ ഗുന്നയുടെ 2 അക്ഷരം ഏതാ? ലാമും റാവുമാണ്. അത് ലയിപ്പിക്കണം, പക്ഷെ മണിക്കാൻ പാടില്ല. മിർ റബ്ബിക്കും, അല്ലെ? ആ മിൻ എന്ന നൂനിനെ റായിലേക്ക് ലയിപ്പിച്ചു, മിർ റബ്ബിക്കും, പക്ഷെ മണിക്കാൻ പാടില്ല. മിർ റബ്ബിക്കും എന്ന് പറയാൻ പാടില്ല. എന്നാൽ ഇവിടെ മണിക്കുകയും വേണം. ഗഫ്ലത്തിൻ മുഅ്രിളൂൻ, ഗഫ്ലത്തിൻ മുഅ്രിളൂൻ എന്നാണ് പാരായണം ചെയ്യേണ്ടത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നൂനിനും മീമിനും എപ്പോഴൊക്കെ ഷദ്ദ് വന്നോ അപ്പോഴൊക്കെ മണിക്കണം. അതുകൊണ്ടാണ് ഇഖ്തറബ ലിന്നാസി, ലിന്നാസി നൂനിന് അവിടെ ഷദ്ദാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ലിന്നാസി എന്നൊരു മണിക്കൽ കൊടുത്തു. മീമിനോ നൂനിനോ ഷദ്ദ് വരുമ്പോഴൊക്കെയും മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്നെക്കാളും നന്നായി തജ്വീദ് അറിയുന്ന, നല്ല ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ പാരായണം ചെയ്യുന്ന, ഭംഗിക്ക് പാരായണം ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് മുന്നിലിരിക്കുന്നത് എന്നറിയാം. എന്നാലും നിയമം അവിടെ ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം. അള്ളാഹു പറയാണ്, വഹും അവരാകട്ടെ ഫീ ഗഫ്ലത്തിൻ അശ്രദ്ധയിൽ ആകുന്നു. സുഹൃത്തുക്കളെ, ഗഫ്ലത്ത്, അശ്രദ്ധ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദുസ്വഭാവമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഐഹിക വിഷയങ്ങളിലും പാടില്ല, പാരത്രിക വിഷയങ്ങളിലും പാടില്ല. ഐഹിക വിഷയത്തിൽ തന്നെ നമ്മൾ അല്പമൊന്ന് അശ്രദ്ധരായാൽ അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന അപകടങ്ങൾ കുറച്ചൊന്നുമല്ല.
സാധാരണ പറയാറുണ്ട്, ശ്രദ്ധ മരിക്കുമ്പോഴാണ് അപകടം ജനിക്കുക. അല്ലെ, നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോ ഒരല്പസമയത്തേക്കൊന്ന് കണ്ണ് മാളിപ്പോയാൽ, ഒന്ന് ഉറങ്ങിപ്പോയാൽ, ഒന്ന് മയങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ മൊബൈലിലോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് സംസാരത്തിലോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഓടിക്കുന്നതിൽ ഒരു അല്പം അശ്രദ്ധ വന്നാൽ വലിയ അപകടം അത് മുഖേന ഉണ്ടാകും എന്നതിൽ ഒരു തർക്കമല്ല. ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് അശ്രദ്ധയും അലസതയും ഒരു വിശ്വാസിക്ക് ആഴമേറിയ അപകടങ്ങൾ സമ്മാനിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമല്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതെ കളിച്ചു ചിരിച്ച് നടന്ന ആളുകള് പിന്നെ തന്റെ കൂടെ പഠിച്ച ആള് ബാഗും തൂക്കി ഓഫീസിൽ ഇങ്ങനെ പോകണ കാണുമ്പോഴാണ് ഞാനന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് കാര്യമല്ല. വിവാഹ സമയത്ത് തന്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു ഇണ അള്ളാഹുവിനെ പേടിക്കുന്ന, ഭർത്താവിനനുസരിക്കുന്ന നല്ലൊരു പെണ്ണാണോ എന്ന് അന്വേഷിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ലെങ്കിൽ പിന്നീട് ജീവിതത്തിൽ എന്നും ആ ദുരന്തം അനുഭവിക്കേണ്ടി വരും. സ്വന്തം മകൾക്കൊരു കല്യാണം അന്വേഷിക്കുമ്പോ, ഒരു പുതിയാപ്പിളയെ തെരഞ്ഞെടുക്കുമ്പോ ഒന്നും നോക്കാതെ ഭൗതികമായ എന്തെങ്കിലും ഗുണം നോക്കിയാണ് കെട്ടിച്ചാൽ ആ സമയത്ത് ഒരു ചെറിയൊരു അശ്രദ്ധ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ മരണം വരെ നമ്മുടെ മകള് കണ്ണീര് കുടിക്കും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ശ്രദ്ധ അത് എല്ലാ രംഗത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അശ്രദ്ധയെ കുറിച്ച്, ഗഫ്ലത്തിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. അവർ പറയാണ്, വൽ ഗഫ്ലത്തു മിഫ്താഹു ശുറൂർ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് അശ്രദ്ധ. വയുഹ്റമു ബിഹൽ മുസ്ലിമു മിൻ കസീരിൻ മിനൽ ഉജൂർ, ധാരാളം നന്മകൾ ഒരു മുസ്ലിമിന് തടയപ്പെടാൻ കാരണമാകുന്ന ദുസ്വഭാവമാണ് അശ്രദ്ധ. വമാ യദ്ഖുലു നഖ്സു അലൽ മുസ്ലിമി ഇല്ലാ മിൻ ബാബിഹാ, അശ്രദ്ധയുടെ ബാബിലൂടെ അല്ലാതെ തിന്മകളൊന്നും ഒരു വിശ്വാസിയിലേക്ക് കടന്നു വരികയില്ല. ഞാനൊരു ഹറാമ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനൊരു ഹറാമ് കാണുന്നുണ്ടെങ്കിൽ, ഞാനൊരു ഹറാമ് കേൾക്കുന്നുണ്ടെങ്കിൽ അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? എനിക്കെന്തോ ഒരു അശ്രദ്ധ ഉണ്ട്. ഒന്നുകിൽ പടച്ചോനെ കുറിച്ചുള്ള ഒരു ശ്രദ്ധല്ല, ഖുർആനെ കുറിച്ച് ശ്രദ്ധല്ല, പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മല്ല. ഇങ്ങനെ ഒരു അശ്രദ്ധയും മറവിയും വരുമ്പോഴാണ് തിന്മകൾ കടന്നു വരിക. പണ്ഡിതന്മാര് പറയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടൽ ഒരു സൗഭാഗ്യമാണ്. അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടൽ ഒരു ഭാഗ്യാണ്. വലിയ വലിയ ഇബാദത്തുകളുടെ പദവിയിലേക്ക് ഉയരാൻ പറ്റുന്ന ഒരു മന്ത്രാണ് അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടൽ. അതിൽ നിന്ന് വിട്ടുനിൽക്കൽ, ജാഗ്രത കാണിക്കൽ, ഇഹലോകത്തെ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ്. മരണശേഷം പരലോകത്ത് സ്വർഗം വാങ്ങിത്തരുന്ന ഒരു കാര്യമാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കൽ. ഏതിൽ നിന്ന്? അശ്രദ്ധയിൽ നിന്ന്, ഗഫ്ലത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയാണ്, ചില ആളുകൾ നരകത്തേക്കാണ് പോകും. എന്തേ അവർ നരകത്തിൽ പോകാനുള്ള കാരണമായി അള്ളാഹ് പറഞ്ഞത് എന്നറിയോ? യഅലമൂന ളാഹിറം മിനൽ ഹയാത്തിദ് ദുനിയാ, ഇഹലോകത്തെ നല്ല പ്രകടമായ കാര്യങ്ങളൊക്കെ അവര് മനസ്സിലാക്കി വെച്ചു. ഒരു സോപ്പ് വാങ്ങുമ്പോ അവര് വില നോക്കി, ഗ്രാം നോക്കി, തൂക്കം നോക്കി, ഗുണമേന്മ അന്വേഷിച്ച് നല്ലത് നോക്കി തെരഞ്ഞെടുക്കും. ഒരു പേസ്റ്റ് വാങ്ങുമ്പോ, ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോ ഒക്കെ നോക്കും. ഒരു ഡ്രസ്സ് വാങ്ങുമ്പോ ആദ്യം എടുത്ത് അങ്ങോട്ട് തന്നെ വെച്ച് വേറൊന്നെടുത്ത് അല്ലെങ്കിൽ ഇതന്നെ മതി എന്ന് പറഞ്ഞു അല്ലേ, 2-3 തവണയൊക്കെ മാറ്റിയെടുത്ത് ഉറപ്പിച്ചിട്ടാണ് അവർ ഒരു കാര്യം സ്വീകരിക്കുക. തഫ്സീറു സഅദിയിൽ അബ്ദുറഹ്മാൻ ഇബ്നു നാസിറു സഅദി റഹിമഹുല്ല പറയാണ്, യഅലമൂന ളാഹിറം മിനൽ ഹയാത്തിദ് ദുനിയാ, ഭൗതിക ജീവിതത്തിലെ പ്രകടമായ കാര്യങ്ങൾ അവർ അറിയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണക്ക്, മാത്സ് അല്ലെ, ഫിസിക്സ്, കെമിസ്ട്രി, സ്പോർട്സ്, രാഷ്ട്രീയം, ഇതൊക്കെ അവർ പഠിക്കും. അടുത്ത വാചകം എന്താ അറിയോ? വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, പക്ഷേ പരലോകത്തിന്റെ കാര്യത്തിൽ അവർ അശ്രദ്ധയിലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധല്ല, ഖുർആൻ പഠനത്തിന്റെ വിഷയത്തിൽ ഒരു താല്പര്യമല്ല, ദിക്റുകൾ ചൊല്ലുന്ന കാര്യത്തിൽ ഒരു ഓർമ്മയില്ല, ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞാൽ ഒരു താല്പര്യമില്ല. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, പരലോക വിഷയത്തിൽ ശ്രദ്ധയില്ലാത്തവരാണവർ. ആര്? നരകത്തിൽ പോണവര്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅലരിയിൻ ജവ്വാദിൻ സഖാബിൻ ഫിൽ അസ്വാഖ് ജീഫത്തിൻ ബില്ലൈൽ ഹിമാരിൻ ബിന്നഹാർ. അല്ലാഹുവിന് പരുഷ സ്വഭാവികളെയും കഠിന ഹൃദയമുള്ളവരെയും വെറുപ്പാണ്. അവർ അങ്ങാടിയിൽ ശബ്ദമുണ്ടാക്കി നടക്കും. അവർ പകലിൽ കഴുതകളെപ്പോലെ പണിയെടുക്കും. അവർ രാത്രിയിൽ ശ്വാസം അടക്കി പിടിച്ച് കിടന്നുറങ്ങും. ആലിമിൻ ബിദ്ദുനിയാ ജാഹിലിൻ ബിൽ ആഖിറ. ദുനിയാവിനെ കുറിച്ച് അവർക്ക് പലതും അറിയും, പരലോകത്തെ കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു അള്ളാഹുവിന് വെറുപ്പാണ്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ദീൻ അറിയാത്ത, നിസ്കാരത്തെ കുറിച്ച് പഠിക്കാത്ത, എന്താണ് ദുൽഹിജ്ജയുടെ ആദ്യ 10 പ്രാധാന്യം എന്ന് ഉൾക്കൊള്ളാത്ത, ഉൽഹിയത്തിന്റെ അഹ്കാമുകൾ എന്താന്ന് പഠിക്കാൻ ശ്രമിക്കാത്ത, ദീനിന്റെ അഹ്കാമും ആദാബും നിയമങ്ങളും മര്യാദകളും പഠിക്കാത്ത ആളുകളെ അള്ളാഹ്ക്ക് വെറുപ്പാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നരകാവകാശികളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ എന്നത് 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 7-ാമത്തെ ആയത്താണ്. 10-ാം അധ്യായം സൂറത്തു യൂനുസിലെ 92-ൽ അല്ലാഹ് പറയാണ്, വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. നരകത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് അല്ലാഹ് പറയാണ്, വഇന്ന കസീറൻ മിനൻ നാസി, ജനങ്ങളിൽ മിക്ക ആളുകളും, ഭൂരിഭാഗം ആളുകളും, അധികം ആളുകളും, അൻ ആയാതിനാ ലഗാഫിലൂൻ, എന്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അശ്രദ്ധയിലാണ്. അപ്പൊ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ഈ ആയത്ത് ഏതാണ്? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അശ്രദ്ധയിൽ, അവഗണനയോടെ തിരിഞ്ഞു കളയുന്ന ആളുകളില്ലേ, അവർ നരകത്തേക്കാണ് പോകുക എന്ന് ഖുർആൻ നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നരകത്തിൽ പോകാൻ കാരണമാകുന്ന കാര്യമായി അശ്രദ്ധയെ അള്ളാഹു പറഞ്ഞുവെങ്കിൽ ഇഹലോകത്ത് തന്നെ മനുഷ്യൻ തെറ്റ് ചെയ്യാൻ 4 കാരണങ്ങളാണ് ഉണ്ടാകുക. എങ്ങനെ? നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 4-ൽ ഒരു കാരണം ഉണ്ടാവും. ഏതാ നോക്കിക്കോളി. 4-ൽ ഒരു കാരണമില്ലാതെ ഒരാളും ഒരു തെറ്റും ചെയ്യുന്നില്ല. സൂറത്ത് യൂനുസിൽ തന്നെ അള്ളാഹു ആ കാര്യം പഠിപ്പിച്ചു. സൂറത്ത് യൂനുസ് എത്രാമത്തെ അധ്യായം? 10-ാമത്തെ അധ്യായം. 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസിലെ 7-8 ആയത്തുകളിലായി അള്ളാഹ് പറയാണ്. നമ്മുടെ വിഷയവുമായി ഇതിനുള്ള ബന്ധം ആയത്ത് ഓതുമ്പോൾ മനസ്സിലാകും. അള്ളാഹ് പറയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മളെ കണ്ടുമുട്ടും എന്ന ബോധമില്ലാത്തവർ, മരിച്ചോണല്ലോ എന്നുള്ള ചിന്ത ഇല്ലാത്തവര്. തെറ്റിയാനുള്ള കാരണം എന്താ? മരിച്ചു പോകണല്ലോ എന്നുള്ള ഓർമ്മല്ല. മരണാനന്തരം ഒരു ജീവിതം ഉണ്ടല്ലോ, അള്ളാനെ കണ്ടുമുട്ടണല്ലോ എന്ന ബോധല്ല. അള്ളാഹ് പറയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മെ കണ്ടുമുട്ടണം എന്ന പ്രതീക്ഷയില്ലാത്തവർ, വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ഇഹലോകത്തിൽ ഇങ്ങനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവര്, വത്മഅന്നു ബിഹാ, അതിൽ ശാന്തമടഞ്ഞു കഴിഞ്ഞുകൂടുന്നവർ, വേറെ ഒന്നും ചിന്തല്ല, ഇഹലോകം ഇഹലോകം എന്ന് പറഞ്ഞിങ്ങനെ കഴിഞ്ഞുകൂടുന്നവര്. അള്ളാഹ് അവസാനിപ്പിക്കുമ്പോ പറഞ്ഞത് എന്താ അറിയോ ആയത്ത്? വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, എന്റെ ദൃഷ്ടാന്തങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകൾ, അവരാണ് തിന്മ ചെയ്യുന്നവർ. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, ഉലൈക മഅവാഹുമുൻ നാർ, അവരുടെ സങ്കേതം നരകമാണ്. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾ ഇന്ന് വിശദീകരിക്കുന്ന സൂറത്തുൽ അംബിയായിലെ 1-ാമത്തെ ആയത്തിന്റെ 2-ാം പകുതിയിലുള്ള ഗഫ്ലത്ത് എന്ന ഒരു വാക്ക് മാത്രം വിശദമായ പഠനത്തിന് വിഷയീഭവിക്കേണ്ടുന്ന ഒരു വാക്കാണ്. ഗഫ്ലത്ത്, അശ്രദ്ധ, എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു അതിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്. കന്നുകാലികളെ പോലെ അല്ല, അതിലേറെ മോശം എന്ന് അള്ളാഹ് പറഞ്ഞത് ഒരു വിഭാഗത്തേ ഉള്ളൂ. ആരെ? ഗാഫിലീങ്ങളെ കുറിച്ചാ പറഞ്ഞത്. ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 179-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാണ്, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും കുറെ ആളുകളെ നരകത്തിനായി നാം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തേ അവർ നരകത്തിൽ പോയത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്കും ഹൃദയങ്ങളുണ്ട്, പക്ഷെ അതുകൊണ്ട് അവർ ഗ്രഹിച്ചില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, പറഞ്ഞോളി അർത്ഥം എന്താ?
അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ കാണേണ്ടതൊന്നും അവർ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുകളുണ്ട് പക്ഷെ കേട്ടില്ല. ഉലൈക കൽ അൻആം, കന്നുകാലികളെ പോലെയാണവർ. ബൽഹും അളൽ, അതിലേറെ മോശമാണവർ. എന്നിട്ട് എന്താ പറയണേ? ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് ഗഫ്ലത്തിന്റെ ആളുകൾ. ആര്? കേൾക്കാത്ത, കാണാത്ത, ഗ്രഹിക്കാത്ത, നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവർ ഗഫ്ലത്തിന്റെ ആളുകളാണ്. അപ്പോ അള്ളാഹ് പറഞ്ഞ അംബിയായിലെ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവർ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയാണ് എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാണ്? നരകാവകാശികളെ കുറിച്ചാണ്. കന്നുകാലികളെക്കാളും പിഴച്ച ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ അല്ലാഹു പറയാണ്, ഈ അശ്രദ്ധ വരാൻ രണ്ട് കാരണങ്ങളുണ്ട്: സമ്പത്ത്, സന്താനങ്ങൾ. എങ്ങനെ? സമ്പത്തും സന്താനങ്ങളും ചേർത്തി പറയുന്ന കുറെ ആയത്തുണ്ട് ഖുർആനിൽ. സമ്പത്തും സന്താനങ്ങളും മനുഷ്യനെ അശ്രദ്ധയിലാക്കും. വിശ്വാസികളെ പ്രത്യേകം വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു. എന്താ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ? മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 89 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടുണ്ട്. 88 ആയത്തുകൾ ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖുർആനിലെ 3 സൂറത്തുകൾ ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൽ മുനാഫിഖൂനിൽ 9-ാമത്തെ ആയത്തിൽ അല്ലാഹ് വിളിച്ചു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു എന്നൊരു വിളി ഖുർആനിൽ കേട്ടാൽ പിന്നെ പറയണ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. ഒന്നുകിൽ ഒരു വിശ്വാസി നിർബന്ധമായും പകർത്തേണ്ട ഒരു നന്മയോ, അല്ലെങ്കിൽ ഒരു വിശ്വാസി അനിവാര്യമായും ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയേണ്ട ഒരു തിന്മയെക്കുറിച്ചുള്ള താക്കീതോ ആയിരിക്കും. അക്കൂട്ടത്തിൽ അല്ലാഹ് പറയാ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അല്ലാഹനെ ഓർക്കുന്നതിനെ തൊട്ട് സന്താനങ്ങളും സമ്പാദ്യങ്ങളും അശ്രദ്ധയിലാക്കല്ലേ. സന്താനങ്ങളും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ദിക്ർ മറക്കും, അശ്രദ്ധ വരും, ശ്രദ്ധിക്കണം. അങ്ങനെ അശ്രദ്ധയിൽ വന്നാൽ വമൻ യഫ്അൽ ദാലിക, പറഞ്ഞോളി, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അക്കൂട്ടർ നഷ്ടക്കാരാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഇപ്പൊ നോക്കി നിങ്ങൾ എത്ര ആയത്ത് ഇപ്പൊ ഞാൻ ഓതി അശ്രദ്ധ എന്നൊരു വാക്ക് മാത്രം വരുന്ന, ഗഫ്ലത്ത് എന്ന വാക്ക് വരുന്ന എത്ര ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കുന്നത്. ഗഫ്ലത്തിന് ഖുർആൻ വേറൊരു, ഗാഫിലീങ്ങൾക്ക് ഉപയോഗിച്ച വേറൊരു പദമാണ് സാഹൂൻ. എന്താണ് സാഹൂൻ? എവിടെ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഓതിക്കോളിൻ, ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുന്നവർക്ക് നാശാണ് എന്ന് പറഞ്ഞിട്ട് കാരണം പറഞ്ഞു, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരാകുന്നു അവർ. അശ്രദ്ധയാണ് പ്രശ്നം. നിസ്കരിച്ചാൽ കൂലിയ കിട്ടണ്ടേ, അല്ലെ? സ്വർഗ കിട്ടേണ്ടത്. നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയാഇന്റെ തുടക്കത്തിൽ പറഞ്ഞ ഗഫ്ലത്ത്, അശ്രദ്ധ, അതെന്താണ് എന്നാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യർ ഇഹലോകത്തെ കുറിച്ച് ശ്രദ്ധിക്കുകയും പരലോകത്തെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുക വഴി അവർ നരകത്തിൽ പോകും. സൂറത്ത് റൂമിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ തന്നെ സൂറത്ത് യൂനിസിലെ 92-ാമത്തെ ആയത്തിൽ ജനങ്ങളിൽ അധികം ആളുകളും എന്റെ ദൃഷ്ടാന്തങ്ങൾ ശ്രദ്ധിക്കാത്തവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മനുഷ്യർ തെറ്റ് ചെയ്യാനുള്ള 4 കാരണങ്ങളിൽ ഒരു കാരണം എന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന് സൂറത്ത് യൂനിസിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, കണ്ണും കാതും കൽബും ഒന്നും ഉപയോഗിക്കാത്ത,
ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഉലൈക കൽ അൻആം ബൽഹും അളല്ല് എന്നാണ് സൂറത്തുൽ അഅറാഫിലെ 179 അല്ലാഹു പഠിപ്പിച്ചത്. സൂറത്തുൽ മുനാഫിഖൂനിൽ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അശ്രദ്ധയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന 2 കാരണങ്ങൾ സമ്പത്തും സന്താനങ്ങളുമാണെന്നും അങ്ങനെ ആകരുത് എന്നും ആയാൽ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ അവസാനമായി പറഞ്ഞത് നമസ്കാരക്കാർക്ക് നാശമാണ് എന്ന കാര്യമാണ്. നിസ്കാരം കൊണ്ട് ശരിക്ക് കൂലിയാണ് കിട്ടേണ്ടത്, സ്വർഗാണ് ലഭിക്കേണ്ടത്. പക്ഷെ ചില നിസ്കാരക്കാർക്ക് നാശമാണ്. എന്തേ കാരണം? എന്താ അല്ലാഹു പറഞ്ഞത്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവരുടെ നമസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധയിലായിരുന്നു. സഹോദരങ്ങളെ, എന്താണ് ഈ അശ്രദ്ധ എന്ന് മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അത് അതേപോലെ വായിച്ചു കേൾപ്പിക്കാം. അമാനി മൗലവി റഹിമഹുല്ല പറയാണ്, ഈ അശ്രദ്ധ പല വിധത്തിലും ആകാം. പാടെ ഉപേക്ഷിക്കുക, ചിലപ്പോൾ മാത്രം നമസ്കരിക്കുക, മറ്റുള്ളവരുടെ കൂട്ടത്തിലാകുമ്പോൾ മാത്രം നമസ്കരിക്കുക, സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, നമസ്കരിക്കുമ്പോൾ അതിലെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളും നിബന്ധനകളും ഗൗനിക്കാതിരിക്കുക, അന്യചിന്തകളിൽ മുഴുകിക്കൊണ്ട് ബാഹ്യരൂപം മാത്രം കഴിച്ചുകൂട്ടുക, നമസ്കാരത്തിൽ നാവുകൊണ്ട് ചൊല്ലുന്ന ദിക്ർ, ദുആ, ഖുർആൻ മുതലായവയുടെ സാരം ഓർക്കാതെയും അറിയാതെയും കേവലം ഒരു ചടങ്ങായി മാത്രം നിറവേറ്റുക എന്നിവയെല്ലാം തന്നെ നമസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധയുടെ ഇനങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പൊ നിസ്കരിച്ചാ പോരാ, നിസ്കാരം അതിന്റെ ചേലും കോലത്തിൽ നിസ്കരിക്കണം. ചൊല്ലുന്ന ദിക്റിന്റെ ദുആഇന്റെ അർത്ഥം അറിഞ്ഞ് റുകൂഉം സുജൂദും ഒക്കെ തുമഇനിയത്തോടു കൂടി നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കാരം കൊണ്ട് കൂലിയല്ല, പറഞ്ഞോളി, കുറ്റാണ് കിട്ടുക. വൈല്, നാശം, നരകം, അല്ലെ? വൈലുലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നരകമാണ് എന്നാണ്. വൈലി എന്നത് നരകത്തിലെ ഒരു താഴ്വരയുടെ പേരാണ്. അത്തരം നമസ്കാരക്കാരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നിസ്കാരത്തിൽ നമുക്ക് അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സുഹൃത്തുക്കളെ, ഓരോരുത്തരോടുമായി അല്ലാഹു പറയാണ്, വലാ തകും മിനൽ ഗാഫിലീൻ. സൂറത്തുൽ അഅറാഫിലെ 205-ാമത്തെ ആയത്താണ്. വലാ തകും മിനൽ ഗാഫിലീൻ, നീ ഒരിക്കലും അശ്രദ്ധരിൽ ഉൾപ്പെടരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ദീനിൽ ശ്രദ്ധയില്ലാത്ത, ഖുർആൻ പഠിക്കാത്ത, ഖുർആൻ ക്ലാസ്സുകളിൽ വരാത്ത, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത, നന്മക്ക് മുന്നിൽ നിൽക്കാത്ത ആളുകളെ അനുസരിക്കാൻ പോലും പാടില്ല എന്ന 18-ാം അധ്യായം അൽ കഹ്ഫ് സൂറയിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, പറഞ്ഞോളിൻ, വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു. ആരുടെ ഹൃദയത്തെയാണോ നാം ശ്രദ്ധയില്ലാത്തവരാക്കിയത് അവരെ നിങ്ങൾ അനുസരിക്കരുത്. ആരുടെ ഹൃദയത്തെയാണോ അശ്രദ്ധയിലാക്കിയിട്ടുള്ളത് അവരെ നിങ്ങൾ അനുസരിച്ചു പോകരുത്, അവരെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്ന് ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. എത്ര അശ്രദ്ധയിൽ നമ്മൾ ജീവിച്ചാലും അതൊക്കെ മരണം വരെ ഉള്ളൂ. ഖുർആൻ പറഞ്ഞത് എന്താ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. അതൊക്കെ കബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെയുള്ളൂ, മരിച്ചു പോകുന്ന വരെ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ കളിയും ചിരി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഓരോരുത്തരും മരണസമയത്ത് അവൻ അതുവരെ ചെയ്ത തിന്മകളുടെ ഫലം അനുഭവിക്കുമ്പോ അത് കണ്ടനുഭവിക്കുന്ന ഒരു സമയം വരും. അതുവരെ കാണാത്ത പലതും അന്ന് കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നല്ല ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ, മലക്കുൽ മൗത്തിന്റെ കൂടെയുള്ളവർ ബീദുൽ വുജൂഹ്, കണ്ടാൽ തന്നെ സന്തോഷം തോന്നണേ വെളുത്ത മുഖമുള്ള ആളുകളായിരിക്കും എന്നാണ്. എന്നാൽ ചീത്ത ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്തിന്റെ കൂടെയുള്ള മലക്കുകൾ സൂദുൽ വുജൂഹ്, കണ്ടാൽ തന്നെ പേടി തോന്നണേ ഇരുണ്ട മുഖമുള്ളവരായിരിക്കും. അവർ അടിക്കാനും ഇടിക്കാനുമുള്ള ദണ്ഡുകളും ആയുധങ്ങളും ഉപകരണങ്ങളും കയ്യിൽ പിടിച്ചിട്ടുണ്ടാകുന്ന. എന്നിട്ട് അതുവരെ കാണാത്ത കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ അള്ളാഹു പറയുന്ന ഒരു വാചകമുണ്ട്. ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 22-ൽ അല്ലാഹു പഠിപ്പിച്ചു, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, നീ ഇതിനെ തൊട്ടൊക്കെ അശ്രദ്ധയിലായിരുന്നു. ഫകശഫ്നാ അൻക ഗിതാഅക, ഇന്ന് നിന്റെ മുന്നിലുള്ളൊരു മൂടി, അടപ്പ് ഞാൻ മാറ്റുകയാണ്. ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിന്റെ കാഴ്ചക്ക് മൂർച്ച കൂടുകയാണ്.
ഇന്ന് നീ കാണാത്ത പലതും കാണും. നീ ശ്രദ്ധിച്ചിരുന്നില്ല, ഇന്ന് നിന്റെ കാഴ്ച കൂടുകയാണ്, പലതും നീ കാണാൻ പോകുകയാണ് എന്ന് അല്ലാഹ് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരെ അശ്രദ്ധരാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളാരും അതിൽ ഉൾപ്പെടാറില്ല എന്നത് എനിക്കൊക്കെ അറിയുന്ന ഒരു വസ്തുതയാണ്. എന്താണത്? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ വ അബൂ ഹുറൈറ ഹദ്ദസാഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും ഒരുമിച്ച് പറയാണ്, അന്നഹുമാ സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അലാ അഅവാദി മിൻബരിഹി. മിമ്പറിന്റെ തൂണും പിടിച്ച് ഖുതുബ പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞങ്ങൾ രണ്ടാളും കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുഅത്ത്. ജുമുഅക്ക് വരൽ ഇല്ലാത്ത ഏർപ്പാട്, ജുമുഅ ഒഴിവാക്കുന്ന ഏർപ്പാട് ആളുകൾ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഔ ലിയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സീൽ വെക്കും. സുമ്മ ലയകൂനുന്ന മിനൽ ഗാഫിലീൻ, പിന്നെ അവർ അശ്രദ്ധരിൽ ഉൾപ്പെടും. ഗഫ്ലത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജുമുഅക്ക് വരാതൊക്കെ. ചില ഹദീസിലൊക്കെ കാണാം 3 ജുമുഅകൾ തുടർച്ചയായിട്ട് ഒഴിവാക്കുന്ന ആളുകൾ പിഴച്ചു പോകും. കാരണം ഇതൊരു ഈമാൻ ചാർജിങ് ആണല്ലോ ശരിക്ക് ജുമുഅക്ക് വരിക എന്നുള്ളത്, അല്ലേ? ആഴ്ചയിൽ കിട്ടുന്ന ഒരു ചാർജിങ് ആണ്, ഒരു ഈമാൻ പുതുക്കലാണ്. അത് ഒഴിവാക്കുന്ന ആളുകൾക്ക് അവർ അശ്രദ്ധരിൽ ഉൾപ്പെട്ടു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ ഞാൻ ദീർഘമായി പറയല്ല, ഗഫ്ലത്തിന്റെ ആളുകളാകാൻ പാടില്ല എന്നാണ് ചുരുക്കം. ഇൻഷാ അല്ലാഹ് ആയത്തിന്റെ അവസാന ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് ആയത്തിലേക്ക് തന്നെ നോക്കുക. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ. ഞാൻ പറഞ്ഞു, അഅറള എന്ന് പറഞ്ഞാൽ അവഗണിച്ചു, പിന്തിരിഞ്ഞു, തിരിഞ്ഞു കളഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ വിപരീതമായി സാധാരണ പറയാ ഇഅ്തന എന്നോ ഇഅ്തബറ എന്നൊക്കെയാണ്. ഇഅ്തബറ പരിഗണിച്ചു, ഇഅ്തന പരിചരിച്ചു, പരിഗണന നൽകി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ വിപരീതമാണ് ഇത്. അഅറള തിരിഞ്ഞുപോയി, അവഗണിച്ചു, പിന്തിരിഞ്ഞു, മുഖം തിരിച്ചു എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നടന്നാൽ, ഒരാൾ ഇങ്ങോട്ട് വരുന്നു, ഒരാൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും വരുന്നു, പക്ഷേ പരസ്പരം കണ്ടിട്ട് മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാൽ അവർ രണ്ടുപേരും കുറ്റക്കാരാണ്. രണ്ടുപേരും കുറ്റക്കാരാണ്. അവരിൽ സലാം പറഞ്ഞു തുടങ്ങുന്നവനാകുന്നു നല്ലവൻ. ആ രണ്ടുപേരിൽ ഏറ്റവും നല്ല ആളാരാ? ഇപ്പൊ അങ്ങോട്ടും മിണ്ടണില്ല, അവങ്ങോട്ടും മിണ്ടണില്ല. പക്ഷെ ഒരുത്തന് തോന്നി, ഞാൻ എന്തിനാ ഇങ്ങോട്ട് മിണ്ടാത്തിന്, അങ്ങോട്ട് മിണ്ടാതെക്കണേ, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് സലാം പറഞ്ഞാൽ അവനാണ് നല്ലവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെയൊക്കെ യുഅരിലു ഹാദാ വ യുഅരിലു ഹാദാ, ഇവൻ ഇങ്ങോട്ട് തിരിഞ്ഞുപോയി, അവൻ അങ്ങോട്ടും തിരിഞ്ഞുപോയി എന്ന ഈ വാക്കാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅരിളൂൻ, തിരിഞ്ഞു കളയുന്നവർ എന്ന് പല വിഭാഗത്തെ കുറിച്ചും പറയുന്നുണ്ട്. വിശദമായി പറയണില്ല, ചില ആയത്ത് നമ്പറുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാം. മുശ്രിക്കീങ്ങൾ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ആയത്ത് കേട്ടാലും ഇങ്ങോട്ട് വരൂല, അങ്ങോട്ട് പോകും, നേരെ തിരിഞ്ഞ് പോകുകയാണ് അവര് ചെയ്യുക. സൂറത്തുൽ അൻആമിലെ 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ ആയത്തുകളിൽ ഏത് ആയത്തുകളൊക്കെ അവർക്ക് വന്നു കിട്ടിയപ്പോഴും ഇല്ലാ കാനൂ അൻഹാ മുഅ്രിളീൻ, അവര് തിരിഞ്ഞു കളഞ്ഞു പോകാതിരുന്നിട്ടില്ല. ഏതൊരു ദൃഷ്ടാന്തം മുന്നിൽ വന്നപ്പോഴും അവഗണിച്ചു പോകാതിരുന്നിട്ടില്ല. സൂറത്തുൽ ശുറായിലെ 26-ാം അധ്യായത്തിലെ 5-ാം വചനത്തിൽ അല്ലാഹ് പറഞ്ഞു, വമാ യതീഹിം മിൻ ദിക്രിൻ മിനർ റഹ്മാനി മുഹ്ദസ് ഇല്ലാ കാനൂ അൻഹു മുഅ്രിളീൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു പുതിയ എന്ത് വർത്തമാനം അവർക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ അവർ തിരിഞ്ഞു കളയാതിരുന്നിട്ടില്ല. 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 46-ൽ അല്ലാഹ് പറഞ്ഞു, വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിളീൻ. അഹ്ലു കിതാബിന്റെ ഒരു സ്വഭാവം കൂടിയാണിത്. അല്ലാഹ് പറയാ, അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ് യുദ്ഊന ഇലാ കിതാബില്ലാ ലിയഹ്കുമ ബൈനഹും സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും വഹും മുഅ്രിളൂൻ. നീ കാണുന്നില്ലേ
വേദഗ്രന്ഥത്തിൽ നിന്ന് അല്പം നൽകപ്പെട്ട ആളുകൾ അഥവാ അഹ്ലു കിതാബ്, അവര് അള്ളാന്റെ ഗ്രന്ഥത്തിലേക്ക് വിധി കൽപ്പിക്കാൻ വിളിക്കപ്പെട്ടാൽ അവര് പിന്തിരിഞ്ഞ് മുഅ്രിളൂൻ അവഗണനയോടെ അങ്ങോട്ട് പോകും എന്ന് അഹ്ലു കിതാബിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. ബനു ഇസ്രായേലിയരുടെ പൊതു സ്വഭാവം തന്നെ ആയത്തുകളെ അവഗണിക്കുക എന്നതായിരുന്നു. ഇല്ലാ ഖലീലം മിൻകും വഅൻതും മുഅ്രിളൂൻ, നിങ്ങളിൽ അല്പം ചില ആളുകളല്ലാത്ത എല്ലാവരും സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലം മിൻകും വഹും വഅൻതും മുഅ്രിളൂൻ, നിങ്ങൾ അവഗണിക്കുന്നവരാണ് എന്ന് സൂറത്തുൽ ബഖറയിലെ 83-ൽ അള്ളാഹു പറയാണ്. ചില ആളുകള് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ച് പ്രബോധനം നിർവഹിച്ച സമയത്ത് പ്രബോധിതരിലായ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ നല്ല പൈസ ഉണ്ടെങ്കിൽ ഞങ്ങളും ചെലവഴിക്കുമായിരുന്നു. അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുക, സൂറത്ത് തൗബയിലെ 75, 76 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻഹും മൻ അഹദല്ലാഹ് ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസദ്ദഖന്ന വലനകൂനന്ന മിനസ് സ്വാലിഹീൻ. വമിൻഹും മൻ അഹദല്ലാഹ്, അള്ളാഹുവോട് കരാർ വെക്കുന്ന ചില ആളുകളുണ്ട്. ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി, ഞങ്ങളെ റബ്ബ് ഞങ്ങൾക്ക് അവന്റെ ഫദ്ലിൽ നിന്ന് നൽകുകയാണെങ്കിൽ ലനസദ്ദഖന്ന, ഞങ്ങൾ ദാനം ചെയ്യും, വലനകൂനന്ന മിനസ് സ്വാലിഹീൻ, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഫലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി, അള്ളാഹു അവന്റെ ദൃഷ്ടാന്തത്തിൽ നിന്ന് അവർക്കങ്ങ് കൊടുത്തപ്പോൾ ബഖിലൂ ബിഹി, അവർ പിശുക്ക് കാണിച്ചു. ബഖിലൂ ബിഹി, അവർ പിശുക്ക് കാണിച്ചു. വതവല്ലൂ വഹും മുഅ്രിളൂൻ, അവഗണിച്ചുകൊണ്ട് അവർ തിരിഞ്ഞുപോയി. പൈസ കിട്ടിയാൽ ഞങ്ങൾ ചെലവാക്കുന്ന പറഞ്ഞു, കിട്ടിയപ്പോ പിന്നെ ആ വഴിക്കന്നെ അവരെ കാണുന്നില്ല. ഇതൊക്കെ അള്ളാഹു ഖുർആനിലൂടെ അവഗണനയുടെ ലക്ഷണങ്ങളായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആകാശഭൂമിയിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെങ്കിലും അവയെ അവഗണിച്ച് കടന്നു പോകുന്ന മനുഷ്യരുണ്ട് എന്ന് ഖുർആൻ സൂറത്ത് യൂസുഫിലെ 12-ാം അധ്യായത്തിലെ 105-ാം വചനത്തിൽ അള്ളാഹ് ചോദിക്കുകയാണ്, വകയ്യിം മിൻ ആയ ഫിസ് സമാവാതി വൽ അർള് യമുറൂന അലൈഹാ, ആകാശഭൂമികളിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്, അതിനരികിലൂടെ മനുഷ്യർ നടന്നു പോകുന്നു. വഹും അൻഹാ മുഅ്രിളൂൻ, പക്ഷേ അതൊന്നും ഓൽക്കൊരു സ്വാധീനം ഉണ്ടാക്കണില്ല, അവഗണനയോടെ പോകുകയാണ്. ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ എത്ര വലിയ ദൃഷ്ടാന്താണ് സഹോദരങ്ങളെ. ഒരു മാസം മുമ്പ് നമ്മൾ എന്തായിരുന്നു അവസ്ഥ? ശക്തമായ ചൂട് കൊണ്ട് പടച്ചവനെ എന്താ ചെയ്യാന്ന് ബേജാറായവരല്ലേ നമ്മള്. എന്നിട്ട് നോക്ക് നിങ്ങൾ, ഇതിലൊന്നും ആളുകൾക്ക് ഒരു പരിഗണനയുമില്ല. ചൂടാണ്, പുറത്തിറങ്ങാൻ വയ്യാന്ന് പറഞ്ഞൊരു ഇപ്പൊ പറയാണ് മഴ ആയതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിന് വരാത്തത് അല്ലെ. ഇങ്ങനെയാണ് ചിന്തിക്ക മനുഷ്യന്മാര്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് കാര്യം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം അവഗണനയോടെ കഴിഞ്ഞുകൂടുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹ് പറയാണ് ഒരു വിഭാഗത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അവർ തിരിഞ്ഞു കളഞ്ഞിട്ട് പറയും സിഹുറും മുസ്തമിർ, ഇതൊക്കെ മാജിക്കാണ്, ഇതൊക്കെ സിഹിറാണ്, ഇതൊന്നും ഉണ്ടാവൂല. അള്ളാഹ് കൊടുത്ത ദൃഷ്ടാന്തങ്ങൾ ഒരു സ്വാധീനവും ഉണ്ടാക്കാത്ത മനുഷ്യരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ അള്ളാഹു നമുക്ക് നൽകിയ ഉപദേശങ്ങളും ഉത്ബോധനങ്ങളുമാണ് നമ്മൾ അവഗണിക്കുന്നതെങ്കിൽ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അതുകൂടി ഓർമ്മപ്പെടുത്താം. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിച്ചുപോയ 20-ാം അധ്യായം ഏതാ? സൂറത്ത് ത്വാഹ 99, 100 ആയത്തുകളിലായി അള്ളാഹ് പറയാണ്, കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ, കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രമാണ് നാം നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്. വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റ, നിനക്ക് നാം ഇതിലൊക്കെ ഉത്ബോധനം നൽകിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാ, മൻ അറള അൻഹു, ആരെങ്കിലും അതിൽ നിന്ന് അവഗണിച്ച് തിരിഞ്ഞുപോയാൽ ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ, അന്ത്യനാളിൽ വലിയ ഭാരം അവർ ചുമക്കേണ്ടി വരും. ആയത്തുകൾ കേട്ടിട്ട് ഹദീസുകൾ വിശദീകരിച്ചിട്ട് ശ്രദ്ധിക്കാതെ പോയ ആളുകളില്ലേ, അവർ അന്ത്യനാളിൽ ഭാരം അനുഭവിക്കേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
അതുപോലെ തന്നെ സൂറത്തു ത്വാഹയിലെ തന്നെ 124 മുതൽ 126 വരെയുള്ള ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ഈ ഇഅറാദ്, അഅറള, മുഅരിളൂൻ എന്ന വാക്കുപയോഗിച്ചിട്ട് വമൻ അഅറള അൻ ദിക്രി, എന്റെ ഖുർആനിൽ നിന്നാണ് ആരെങ്കിലും അകന്നു പോകുന്നതെങ്കിൽ ഫഇന്ന ലഹു മഈശതൻ ലൻക, ഇടുങ്ങിയ ജീവിതം നാം അവന് കൊടുക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അന്ത്യനാളിൽ അന്ധനായി നാം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവൻ ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറാ, അല്ലാഹുവേ എന്തിനാണ് എനിക്ക് കാഴ്ചയില്ലാതാക്കിയത്, ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ. ഖാല കദാലിക തത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ, എന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നപ്പോ നീ ശ്രദ്ധിച്ചില്ല, നിനക്ക് കാഴ്ച തരാൻ ഞാൻ ഇന്ന് മറന്നു എന്ന് കൂട്ടിക്കോ എന്ന് അല്ലാഹു പറയും എന്നാണ്. സൂറത്തു സജ്ദയിലെ സജ്ദ എന്നാ പറയാ, സജദ എന്നല്ല. എന്താ പറയാ? സൂറത്തു സജ്ദ, ജീമിന് സുക്കൂനാണ്, ഫതഹല്ല, സജദ എന്നല്ല. പിന്നെ സജ്ദ, സൂറത്തു സജ്ദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറള അൻഹാ. അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഉത്ബോധനം നൽകപ്പെട്ടിട്ട്, ഓർമ്മിക്കപ്പെട്ടിട്ട്, സുമ്മ അഅറള അൻഹാ, വീണ്ടും അതിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു പോയാൽ, നമ്മുടെ വിഷയം എന്താ? വഹും മുഅരിളൂൻ, തിരിഞ്ഞു പോകുന്നവരാ. അങ്ങനെ തിരിഞ്ഞു പോയാൽ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, അത്തരം കുറ്റവാളികൾക്കെതിരെ നാം ശിക്ഷാ നടപടി എടുക്കുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ കേട്ടു, എന്നിട്ടും ഖുർആൻ പഠിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നില്ലെങ്കിൽ, എന്റെ ജീവിതം നന്നാക്കണം എന്ന ഒരു മനസ്സ് കിട്ടണില്ലെങ്കിൽ, ഞാൻ ഈ 5 നേരം കൃത്യമായി നിസ്കരിക്കും എന്ന് തീരുമാനം എടുക്കണില്ലെങ്കിൽ, ഞാൻ എന്റെ ഭാര്യയോട് മാന്യമായി പെരുമാറും എന്ന് തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ, മക്കളെ ഒന്നും കൂടി ഉഷാറാക്കണം, എന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ വെറുപ്പിക്കാൻ പാടില്ല എന്ന് മനസ്സ് വരണില്ലെങ്കിൽ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, ശക്തമായ നടപടി നാം അവർക്കെതിരെ എടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഖുർആൻ സൂറത്തുൽ അംബിയായിലെ 32 പറഞ്ഞു. നമ്മൾ ഇന്ന് വിശദീകരിക്കുന്ന സൂറത്തിലെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാ, വജഅൽനസ് സമാഅ സഖഫൻ മഹ്ഫൂള, ആകാശത്തെ നാം അവർക്ക് ഒരു സുരക്ഷിതമായ മേൽക്കുര ആക്കിയിട്ടുണ്ട്. വഹും അൻ ആയാതിഹ മുഅരിളൂൻ, പക്ഷേ അതൊന്നും അവർക്കൊരു വിഷയമല്ല. ഓലിങ്ങനെ തോന്നിയ പോലെ അവഗണിച്ച് പിന്തിരിഞ്ഞ് ജീവിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം കൂടി, ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് അവഗണിച്ച് പരിഗണനയില്ലാതെ തിരിഞ്ഞു പോകുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത് കഴുതകളോടാണ്. എങ്ങനെ? കഴുതകളോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുർആനിലെ സൂറത്തുൽ മുദ്ദസിറിലെ 49 മുതൽ 51 വരെയുള്ള ആയത്തുകളിൽ, ഫമാലഹും അനിത്തദിക്കറതി മുഅരിളീൻ എന്നാണ് അവിടെ, അല്ലെ? ഫമാലഹും, അവർക്ക് എന്തു പറ്റി? അനിത്തദിക്കറതി, അവർ ഈ ഉത്ബോധന ഗ്രന്ഥത്തിൽ നിന്ന് മുഅരിളീൻ, അവഗണിച്ച് പിന്തിരിഞ്ഞു പോവുകയാണല്ലോ. കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ, സിംഹത്തെ കണ്ട് പേടിച്ചോടുന്ന വിരളി പിടിച്ച കഴുതകളെ പോലെയാണല്ലോ. അല്ലാഹു ഈ ഖുർആൻ പഠനത്തിൽ സ്ഥിരമായി വരാൻ, മുടങ്ങാതെ പങ്കെടുക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇത് കഴുതയാകാതിരിക്കാനുള്ളൊരു ഏർപ്പാടാണ്. ഇത് അള്ളാഹുവിന്റെ പ്രതിഫലാർഹമായ ഒരു പുണ്യകർമ്മമാണ്. ഇത് ഇഹലോകത്തും പരലോകത്തും നമുക്കൊരു രക്ഷാ കവചമാണ്. അതുകൊണ്ട് ഈ ഖുർആൻ പഠനം നമുക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരമായി നാം ഹാജരാവുക, പഠിക്കുക, പഠിപ്പിക്കുക. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നാം ഉൾപ്പെടുക. ഇവിടെ എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് നാം നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഖുർആനിൽ പറഞ്ഞ അന്ത്യദിനം വിചാരണ അടുത്തെത്തിയിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിളൂൻ എന്ന് പറഞ്ഞ ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.